നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറ്റഞ്ഞൂരിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു കുഴിമിന്നിയോട് സാദൃശ്യമുള്ള വെടിക്കെട്ട് ഇനമെന്ന് തെളിഞ്ഞു. ബോംബ് ഡോഗ് സ്ക്വാഡ് എത്തി സ്ഥലത്തെ പരിശോധന നടത്തി. സംഭവത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ 2 മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാത്തിമ മാത ദേവാലയത്തിന് സമീപം താമസിക്കുന്ന പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ 28 വയസ്സുള്ള സൈനയെയാണ് ഇരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രദർശനമായി എത്തിയ വീട്ടമ്മയുടെ മാല കവർന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിടിയിലായത് വടക്കാഞ്ചേരി സ്വദേശി വടക്കേക്കര വീട്ടിൽ 42 വയസ്സുള്ള ബിജു. പുത്തമ്പള്ളി വാരിയത്ത് മനോഹരന്റെ ഭാര്യ 71 വയസ്സുള്ള നിർമ്മല മേനോന്റെ 2.5 പവന്റെ താലിമാലയാണ് കവർന്നത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയ റോഡിന് തകർച്ച സംഭവിച്ചിട്ട് 2 ആഴ്ചയാകുന്നു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. മേഖലയിലൂടെയുള്ള ഗതാഗതവും ദുഷ്കരം. വാർത്തകൾ വിശദമായി. ചിറ്റഞ്ഞൂർ ഇമ്മാനുവൽ LP സ്കൂളിന് സമീപത്തു നിന്നും കണ്ടെത്തിയ ഉഗ്രശേഷിയുള്ള കുഴിമിന്നിയോട് സാദൃശ്യമുള്ള വെടിക്കെട്ട് ഇനം നിർവീര്യമാക്കി. തൃശൂരിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത്. പ്രധാനമന്ത്രി കുന്നംകുളത്ത് തിങ്കളാഴ്ച സന്ദർശനം നടത്താനിരിക്കെ ഇത്തരമൊരു സംഭവമുണ്ടായത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. സമീപത്തുള്ള അരുവിപ്പാടത്തേക്ക് മാറ്റി സ്ഫോടക വസ്തുവിന്റെ കത്തിക്കുന്ന തിരി ഊരി മാറ്റിയ ശേഷമാണ് വെടിമരുന്ന് മുഴുവനായും നീക്കം ചെയ്ത് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത്. ബാക്കി ഭാഗങ്ങൾ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ പ്രദേശവാസിയായ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന യുവാവ് ചിറ്റഞ്ഞൂർ ഭാഗത്തെ അരുവിപ്പാടത്തേക്ക് തേങ്ങ പെറുക്കാനായി പോയപ്പോഴാണ് സ്ഫോടക വസ്തു ലഭിച്ചത്. തുടർന്ന് ഇയാൾ സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലാക്കാതെ ചിറ്റഞ്ഞൂർ LP സ്കൂളിന് സമീപത്ത് തെർമോകോൾ ബോക്സിലാക്കി വയ്ക്കുകയായിരുന്നു. സ്ഫോടക വസ്തു കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത് ഉഗ്രശേഷിയുള്ള മനുഷ്യനിർമ്മിത സ്ഫോടക വസ്തുവാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് മാനസിക വിഭ്രാന്തിയുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം സ്ഫോടക വസ്തു സമീപത്തെ അരുവിപ്പാടത്തേക്ക് മാറ്റി. ഈ സ്ഥലവും സമീപ പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡിലെ സ്നിപ്പർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കൂടുതലൊന്നും കണ്ടെത്താനായില്ല. CCTV ന്യൂസ് കുന്നംകുളം. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കാൻ ശ്രമം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിൽ അതിരാവിലെ ജീവനക്കാർ വരുമ്പോഴാണ് ഭണ്ഡാരം പൊളിക്കാൻ ചിലർ ശ്രമിക്കുന്നത് കണ്ടത്. ഇതോടെ ജീവനക്കാർ ബഹളം വെച്ച് ഒരാളെ പിടികൂടിയിരുന്നു. 3 ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ പൊളിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല. പിടികൂടിയ ആളെ കുന്നംകുളം പോലീസിന് കൈമാറി. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ 2 മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാത്തിമ മാത ദേവാലയത്തിന് സമീപം താമസിക്കുന്ന പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ 28 വയസ്സുള്ള സൈനയെയാണ് ഇരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 1:30ഓടെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. ഭർത്താവുമായി വഴക്കിട്ട സൈന ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് മക്കളായ 7 വയസ്സുള്ള അഭിജയ്, 5 വയസ്സുള്ള ആദിദേവ്, 1.5 വയസ്സുള്ള അഗ്നിക എന്നിവരെ വീട്ടിലെ കിണറ്റിലെറിഞ്ഞ് സ്വയം കിണറ്റിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. സംഭവം കണ്ട ഭർത്തൃ സഹോദരപുത്രൻ അഭിനവ് കിണറ്റിലിറങ്ങി പരിസരവാസികളുടെ സഹായത്തോടെ കുട്ടികളെ പുറത്തെടുത്തെങ്കിലും അഭിജയും ആദിദേവും മരിച്ചു. കിണറ്റിലെ മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്ന സൈനയെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൈനയെ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊലപാതക ശ്രമം, ആത്മഹത്യാശ്രമം, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, ജുവനൈൽ ആക്ട് എന്നിവയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിലയച്ചു. ഇൻസ്പെക്ടർ K അജിത്, SI U മഹേഷ്, ASI AV സജീവ്, സിവിൽ പോലീസ് ഓഫീസർ K സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചങ്ങരംകുളം മുതലൂരിൽ സഹോദരന്മാർ തമ്മിലുണ്ടായ സംഘർഷം തടയാൻ ശ്രമിച്ച അയൽവാസിക്ക് വെട്ടേറ്റു. ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. റേഷൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന സതീഷ്, സന്തോഷ് എന്നിവർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് സതീഷ് വാക്കത്തി ഉപയോഗിച്ച് സന്തോഷിനെ വെട്ടാൻ ശ്രമിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് അയൽവാസി നവാസിന് പരിക്കേറ്റത്. ഇടത് കൈയിലെ വിരലുകൾക്ക് സാരമായി പരിക്കേറ്റ ഇയാളെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ സതീഷിനെ ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള നിലപ്പന്തലുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന തിരുനാളിന്റെ ഭാഗമായി തീർത്ഥകേന്ദ്രത്തിന് മുന്നിലും മറ്റം സെന്ററിലുമായിട്ടാണ് നിലപ്പന്തലുകൾ ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥകേന്ദ്രത്തിന് മുന്നിൽ 4 നിലകളിലായി 100 അടിയോളം ഉയരത്തിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. മറ്റം സെന്ററിൽ സെമിത്തേരി ഗേറ്റിനോട് ചേർന്നൊരുക്കിയ പന്തലിന് 65 അടിയുമാണ് ഉയരം. മറ്റം തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ പ്രധാന ആകർഷണമാണ് നിലപ്പന്തലുകൾ. മുൻവർഷങ്ങളിൽ റോഡിലായിരുന്നു പന്തലുകൾ സജ്ജമാക്കിയിരുന്നത്. ഇത് വാഹനഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയതോടെയാണ് കഴിഞ്ഞ വർഷം മുതൽ തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്നും സെമിത്തേരി ഗേറ്റിനോട് ചേർന്നും പന്തലുകൾ ഒരുക്കാൻ തുടങ്ങിയത്. മരിയൻ തീർത്ഥകേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ അനുഗ്രഹം തേടി ആയിരങ്ങൾ വരുന്ന തിരുനാളിനോടനുബന്ധിച്ച് 2 പന്തലുകളാണ് സജ്ജമാക്കിയിട്ടുള്ളതെന്ന് പന്തൽ കമ്മിറ്റി കൺവീനർ CJ ബാബു പറഞ്ഞു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 86ാം പ്രതിഷ്ഠ തിരുനാൾ ഏപ്രിൽ 12, 13, 14, 15, 16 തീയതികളിൽ അതിവിപുലമായ പരിപാടികളെ ആഘോഷിക്കുകയാണ്. നിലപ്പന്തൽ കമ്മിറ്റി ഈ പ്രാവശ്യവും 2 നിലപ്പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് തീർത്ഥകേന്ദ്രത്തിൻ്റെ അടിവാരത്ത് 90 അടിയോളം ഉയരമുള്ള ഒരു നിലപ്പന്തലും മറ്റം സെന്ററിനോട് ചേർന്ന് ഒരു 65 അടി ഉയരമുള്ള മറ്റൊരു നിലപ്പന്തലും ഒരുക്കിയിട്ടുണ്ട്. 100 അടി ഉയരമുള്ള പന്തലിൽ 1 ലക്ഷം വൈദ്യുതി ദീപങ്ങളും മറ്റം സെന്ററിലെ 65 അടി ഉയരത്തിലുള്ള പന്തലിൽ 65,000 വൈദ്യുതി ദീപങ്ങളും സജ്ജമാക്കുമെന്നും ബാബു കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായുള്ള ദിവ്യബലിക്ക് ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനോടൊപ്പം നിലപ്പന്തലുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഗുരുവായൂർ ACP C സുന്ദരൻ നിർവഹിക്കും. തിരുനാൾ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായി നിലപ്പന്തലുകൾ മാറുമെന്ന കാര്യത്തിൽ കമ്മിറ്റി കൺവീനർ CJ ബാബുവിനും ജോയിന്റ് കൺവീനർ KR ജോസഫിനും ഒരേ അഭിപ്രായമാണ്. ഒരാഴ്ച നീണ്ട പരിശ്രമത്തിലൂടെയാണ് തൊഴിലാളികൾ മനോഹരമായ നിലപ്പന്തലുകൾ ഒരുക്കിയത്. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രദർശനമായി എത്തിയ വീട്ടമ്മയുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വടക്കാഞ്ചേരി സ്വദേശി വടക്കേക്കര വീട്ടിൽ 42 വയസ്സുള്ള ബിജുവാണ് പിടിയിലായത്. പുത്തമ്പള്ളി വാര്യത്ത് മനോഹരന്റെ ഭാര്യ 71 വയസ്സുള്ള നിർമ്മല മേനോന്റെ 2.5 പവന്റെ താലിമാലയാണ് കവർന്നത്. പുലർച്ചെ 4:15 വടക്കേ നടയിലെ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. ക്ഷേത്രത്തിലേക്ക് തനിച്ച് നടന്നു പോവുകയായിരുന്നു നിർമ്മല മേനോനെ പുറകിലെത്തിയ മോഷ്ടാവ് മാല പൊട്ടിച്ചോടുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടി പോലീസിന് കൈമാറി. മാല ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ടെമ്പിൾ പോലീസ് SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പളനി മാതൃകയിൽ ശീതീകരണ സംവിധാനം സജ്ജീകരിക്കാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധ സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി. 3 ആഴ്ചയ്ക്കകം ശീതീകരണ സംവിധാനം പൂർത്തീകരിക്കാനാകുമെന്ന് സംഘം പറഞ്ഞു. ഭക്തർക്ക് സുഗമമായ ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ പഴനി ക്ഷേത്ര മാതൃകയിൽ ശീതീകരണ സംവിധാനം ഒരുക്കുവാൻ ദേവസ്വം ഭരണസമിതി തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന് പ്രായോഗിക രൂപം നൽകുവാനാണ് വിദഗ്ധ സംഘം ഗുരുവായൂരിലെത്തിയത്. നാലമ്പലം, ചുറ്റമ്പലം, കൗണ്ടിംഗ് ഹാൾ എന്നിവിടങ്ങളിലാകും ശീതീകരണ സംവിധാനം ഒരുക്കുക. 3ഇടങ്ങളിലും 3 സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുക. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ പഴനി ക്ഷേത്രത്തിലെ ശീതീകരണ സംവിധാനം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. പഴനിയിൽ ശീതീകരണ സംവിധാനം ഒരുക്കിയ അതേ കമ്പനിയാണ് ഗുരുവായൂരിലും ശീതീകരണം നടത്തുക. തമിഴ്നാട് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് MD S രമേശ് കുമാർ, മാനേജർ SS സന്ദീപ്, മാർക്കറ്റിംഗ് ഡയറക്ടർ K മുരുകാനന്ദ എന്നിവരാണ് പരിശോധനയ്ക്കായി എത്തിയത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ഇലക്ട്രിക്കൽ മരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുമായി വിദഗ്ധ സംഘം ചർച്ച നടത്തി. ചർച്ചകൾക്ക് ശേഷം പദ്ധതിയുടെ പ്രായോഗിക പ്രവർത്തന രേഖയ്ക്ക് രൂപം നൽകി. പദ്ധതി വൈകാതെ നടപ്പിലാക്കുവാനാണ് ദേവസ്വം തീരുമാനം. KPM പ്രോസസ്സിംഗ് ഉടമ ശേഖറാണ് പദ്ധതി വഴിപാടായി സമർപ്പിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി 2 ആഴ്ച കഴിഞ്ഞിട്ടും റോഡ് തകർന്നത് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് അപകട ഭീഷണിയാകുന്നു. പൈപ്പ് പൊട്ടി തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഗതാഗതം ദുഷ്കരമായി. ഉദ്ഘാടനം കഴിഞ്ഞ മാസം തികയും മുൻപാണ് കോടികൾ ചെലവഴിച്ച് നവീകരണം നടത്തിയ റോഡ് പൈപ്പ് പൊട്ടി തകർന്നത്. വാട്ടർ അതോറിറ്റി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ശുദ്ധജല വിതരണം പുനരാരംഭിച്ചുവെങ്കിലും തകർന്ന റോഡ് ശരിയാക്കുവാൻ അധികൃതർ ഇതുവരെ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ദിനംപ്രതി 100 കണക്കിന് ചരക്ക് ലോറികൾ അടക്കം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. തകർന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഉടൻ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം.
തൃപ്പൂണിത്തുറ നിയമസഭാ കേസ് CPM-ന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണെന്ന് കെ മുരളീധരൻ. കാട്ടൂരിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ സ്വരാജിനെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. ശബരിമല സ്ത്രീപ്രവേശന വിഷയം കത്തിനിന്ന സമയത്ത് വിശ്വാസികളെ പൂർണ്ണമായും അപമാനിക്കുന്ന പ്രതികരണമാണ് സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാം കെ ബാബുവിന്റെ തലയിൽ കെട്ടിവെച്ച് ഇലക്ഷൻ റദ്ദാക്കാമെന്ന ധാരണയായിരുന്നു ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിൽ ബൈ ഇലക്ഷൻ നടക്കുമെന്നും അപ്പോൾ വീണ്ടും സ്വരാജിനെ നിർത്താമെന്നുമുള്ള CPM-ന്റെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ചെയ്ത തെറ്റായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ഒരു വികാരം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബാബുവിൻ്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് ഇലക്ഷൻ റദ്ദാക്കാം എന്നുള്ള ധാരണയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത് അതുകൊണ്ടാണ് സ്വരാജിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. ഈ ഇലക്ഷൻ റദ്ദാക്കുമെന്നും ബൈ ഇലക്ഷനിൽ നിർത്താമെന്നുള്ള ചില വ്യാമോഹങ്ങളായിരുന്നു. ഏതായാലും മൊത്തം ശബരിമല അയ്യപ്പനെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയ സ്വരാജിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടിയുണ്ടായി. കോടതി വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യാം. ചാവക്കാട് കോടതി സന്ദർശിച്ച LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് ഉജ്ജ്വല സ്വീകരണം. അഭിഭാഷകർക്ക് വേണ്ടി CL ജോണി ഷാൾ അണിയിച്ചു. അഭിഭാഷക ക്ലർക്കുമാർക്ക് വേണ്ടി TR അജിത് കുമാർ ഷാൾ അണിയിച്ചു. അഭിഭാഷകരായ KR അജിത് കുമാർ, മുഹമ്മദ് ബഷീർ, CP പ്രത്യുഷ്, അക്തർ അഹമ്മദ്, TP പ്രിയങ്ക, സിജു മുട്ടത്ത്, ബിജു P ശ്രീനിവാസ് തുടങ്ങിയവരും അഭിഭാഷക ക്ലർക്കുമാരും നേതൃത്വം നൽകി. UDF കണ്ടാണശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സജ്ജമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി V വേണുഗോപാൽ നിർവഹിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, ബ്ലോക്ക് സെക്രട്ടറിയും കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് PV നിവാസ്, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, ജസ്റ്റിൻ കൂനമുച്ചി, അപ്പു ആളൂർ, AM മൊയ്തീൻ, മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സലീം അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. ബണ്ടുവരമ്പ് തകർന്ന് 1.5 മാസം വൈകി കൃഷിയിറക്കിയ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വടക്കേ പടവിൽ കൊയ്ത്ത് ആരംഭിച്ചു. 650 ഏക്കർ പാടത്ത് ഉമാവിത്താണ് കൃഷിയിറക്കിയത്. 7 കൊയ്ത്തുമതി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ചുണ്ടൻതറയ്ക്ക് സമീപത്ത് ബണ്ടുവരമ്പ് തകർന്നത്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ട്രാൻസ്ഫോമറും മോട്ടോറുകളുടെ സ്റ്റാർട്ടറും ഒലിച്ചുപോയി. കർഷകരുടെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ ബണ്ട് പുനർനിർമ്മിച്ചാണ് പമ്പിംഗ് നടത്തിയത്. പുതിയ ട്രാൻസ്ഫോമറും മറ്റും സ്ഥാപിച്ചാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്നത്. ബണ്ട് തകർന്ന് വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് വിത്തിടൽ വൈകിയ കർഷകരുടെ കൊയ്ത്ത് പിന്നീട് നടക്കും. കോൾപ്പടവ് പ്രസിഡന്റ് K അനിൽകുമാർ, സെക്രട്ടറി TS മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ കൊയ്ത്തിന് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഓട്ടോ കോൾ ടാക്സി മസ്ദൂർ സംഘം BMS കൈപ്പറമ്പ് മേഖല വേലൂർ പോസ്റ്റ് ഓഫീസ് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം നടത്തി. പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും പ്രകടനത്തോടെ ആരംഭിച്ച് പുതിയ പോസ്റ്റ് ഓഫീസ് സെന്ററിലെത്തി പതാക ഉയർത്തി. തുടർന്ന് BJP ഓഫീസിൽ നടന്ന സമ്മേളനം യൂണിയൻ ജനറൽ സെക്രട്ടറി ബിജു കാവലക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് കക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ BMS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തിരുത്തിയിൽ, വേലൂർ യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരീഷ്, സന്തോഷ് മണിമലർക്കാവ്, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, അഭിലാഷ് തയ്യൂർ എന്നിവർ പങ്കെടുത്തു. മന്ദലാംകുന്ന് ബീച്ചിൽ പെരുന്നാൾ ദിനത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നേതൃത്വത്തിൽ സന്ദർശകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ അനേകായിരങ്ങളാണ് കടപ്പുറത്തെത്തിയത്. സമീപത്തെ പെരിയമ്പലം, അണ്ടത്തോട്, വെളിയംകോട് എന്നിവിടങ്ങളിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ കടലെടുത്തതിന്റെ സാഹചര്യത്തിലാണ് മന്ദലാംകുന്ന് ബീച്ചിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുണ്ടായ കാരണം. ഇവിടങ്ങളിൽ ശക്തമായ തിരയടിച്ചതിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താനും പ്രയാസമാണ്. എന്നാൽ മന്ദലാംകുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും കാറ്റാടി മരങ്ങളും ആകർഷണീയമായതിനാൽ സന്ദർശകർ ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത്. പട്ടം പറത്തിയും കടലിൽ കുളിച്ചും സന്ദർശകർ ആഘോഷിക്കുകയാണ്. സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് പൊന്നയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ചെയർമാനും വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് കൺവീനറായുമാണ് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റിക്ക് കീഴിൽ 7 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഇവിടെ മൈക്ക് പോയിന്റും ഹെൽപ്പ് ഡെസ്കും പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്.
ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വടക്കേക്കാട് പോലീസിന്റെ സേവനവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വീടിന് ചുറ്റും കൃത്രിമ മഴ പെയ്യിപ്പിച്ച് മഴക്കാലത്തെ പ്രതീതി സൃഷ്ടിക്കുകയാണ് തിരുവത്ര പുതിയറ താഴത്ത് മസ്ജിദ്. കഴിഞ്ഞ മാസം 15-നാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ 6 സ്പ്രിംഗ്ലറുകൾ വീടിന് മുകളിലും പരിസരത്തുമായി സ്ഥാപിച്ചത്. ദിവസം 3 നേരമാണ് സ്പ്രിംഗ്ലർ പ്രവർത്തിക്കുക. പ്രവാസി കൂടിയായിരുന്ന മജീദിന്റെ വീട്ടിലെത്തിയാൽ ഇപ്പോൾ മഴയുടെ ശബ്ദവും തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ AC ഉപയോഗവും ഇല്ലെന്നാണ് മജീദ് പറയുന്നത്. വേനൽമഴ എന്ന് പറയുന്നത് ഇതാണ്. 45 ഡിഗ്രി ചൂടിലും നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഇത്ര സുന്ദരമായിട്ട് മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളെ ടെക്നിക്ക്. ഒരു ആർക്കും ചെയ്യാവുന്ന ഒരു കേസാണ്. 10 മിനിറ്റ് രാവിലെ ഇടുക, ഉച്ചയ്ക്ക് 10 മിനിറ്റ് ഇടുക, വൈകിട്ട് 10 മിനിറ്റ്, നന്നായിട്ട് തണുപ്പ്, നന്നായിട്ട് ഇറങ്ങുക. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഏത് സമയത്തും മഴയാണ്. ചുറ്റുകൊള്ളുന്ന ഈ പുറത്ത് അത്രയും ചൂടാണ്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ നമ്മൾ മഴയത്ത് നിൽക്കുകയാണ്. രാത്രി മഴ എന്ന് പറയുന്നത് അതിന് സുന്ദരമായിട്ടാണ് നമ്മൾ. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കിഡ്നി ഫെഡറേഷന്റെ പുതിയ സെന്റർ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ ഇടവക വികാരി ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ആശീർവാദ കർമ്മവും നിർവഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം 25 വർഷത്തെ കാലയളവിൽ 2500 വൃക്ക മാറ്റിവയ്ക്കൽ നടത്തിയ ഡോക്ടർ ജോർജ് പി എബ്രഹാം, ആസ്റ്റർ മെഡിസിറ്റി ലിവർ കെയർ ലീഡ് കൺസൾട്ടന്റ് ഡോക്ടർ മാത്യു ജേക്കബ്, ലേക്ഷോർ ആശുപത്രി നെഫ്രോളജി ഡയറക്ടർ ഡോക്ടർ അബി അബ്രഹാം, അമല മെഡിക്കൽ കോളേജ് ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ ആൻഡ്രൂസ് സി ജോസഫ് എന്നിവർ സംസാരിച്ചു. മകൾ തെരേസയുടെ ഓർമ്മയ്ക്കായി ഡയാലിസിസ് സെന്ററിനായി കിഡ്നി ഫെഡറേഷന് കുറുമാലിൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ അമേരിക്കൻ മലയാളി ഷൈജു ആന്റണി ലോനപ്പൻ, ഡയാലിസിസ് സെന്റർ സ്പോൺസർ ചെയ്ത ദമ്പതികളായ ജോണി, ഫ്ലവർ ജോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ദീർഘകാലം കിഡ്നി ഫെഡറേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫൗണ്ടർ ട്രസ്റ്റി PK ചെറിയാൻ, കോ-ഫൗണ്ടർ G മോഹനചന്ദ്രൻ, ട്രസ്റ്റി BM ജെയിംസ്, കെയർ ആൻഡ് മൈൽ ട്രസ്റ്റി തോമസ് ചിറമൽ എന്നിവർക്കും ആദരവ് നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേലൂർ പഞ്ചായത്തിലെ അർഹരായ 200 രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെയാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. വേലൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പരിസര പ്രദേശങ്ങളിൽ വൃക്കരോഗം മുൻകൂട്ടി കണ്ടെത്താൻ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് സൗജന്യ പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി നൽകുന്ന കാർഡുകൾ ലഭിച്ചവർക്ക് കിഡ്നി ഫെഡറേഷന്റെ ധനസഹായത്തിനും ഡയാലിസിസിനും മുൻഗണന ലഭിക്കും. തുടക്കത്തിൽ 10 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ച് 2 ഘട്ടങ്ങളിലായി രോഗികൾക്ക് ഡയാലിസിസ് സേവനം നൽകും. സെന്ററിനോടനുബന്ധിച്ച് ക്ലിനിക്ക് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യായാമത്തിനും ഉല്ലാസത്തിനുമായി പാർക്ക് നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, കേരള സംസ്ഥാന ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി മെമ്പർ വർഗീസ് തരകൻ, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. വടക്കേക്കാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ഇടിച്ച് സമീപത്തെ കടയുടെ ഷട്ടറിൽ ഇടിച്ചു നിന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രി 12:30 കൂടിയായിരുന്നു അപകടം. വടക്കേക്കാട് ഇരിഞ്ഞിപ്പടിയിൽ നമ്പാടൻ ഇൻഷുറൻസ് സ്ഥാപനത്തിന് മുന്നിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വെർണ കാർ സ്കൂട്ടർ തകർത്തുകൊണ്ട് നമ്പാടൻ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. സ്ഥാപനത്തിന്റെ നെയിം ബോർഡുകളും തൂണുകളും തകർന്നു. ഗുരുവായൂരിൽ നിന്ന് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. വടക്കേക്കാട് ഇരിഞ്ഞിപ്പടി സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ. അപകട സമയം കാറിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സംസ്ഥാന പാതയിൽ കടവലൂർ വട്ടമാവിന് സമീപം ഹൈവേയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം അധികൃതർ മുറിച്ചു മാറ്റി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. റോഡിലേക്ക് മരം വീണാൽ വൻ അപകടം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി 1 മാസം മുൻപ് നാട്ടുകാർ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു. പൊതുമരാമത്താണ് നടപടി എടുക്കേണ്ടത് എന്നതിനാൽ പഞ്ചായത്ത് പരാതി പൊതുമരാമത്തിന് കൈമാറി. മരത്തിന്റെ ചായ്വ് ദിനംപ്രതി കൂടുകയും അധികൃതർ മരം മുറിക്കാൻ തയ്യാറാതിരിക്കുകയും ചെയ്തത് വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മണ്ണറിഞ്ഞ് വിത്തിറക്കിയ ഷീജയ്ക്ക് മണ്ണ് തിരിച്ചു നൽകിയത് 100 മേനി വിളവ്. ബ്രഹ്മകുളം സ്വദേശിനി കല്ലായിൽ ഷീജയാണ് തന്റെ കൃഷിയിടത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ജൈവകൃഷി രംഗത്തെ സജീവ സാന്നിധ്യമാണ് ഷീജ. വീടിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്തും കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത 60 സെന്റ് സ്ഥലത്തുമായാണ് ഷീജ കൃഷി ചെയ്തു വരുന്നത്.
ചാവക്കാട് കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തിയിരുന്ന ഷീജ 2015-ൽ മകന് അപകടം സംഭവിച്ച് ചികിത്സയിലായതോടെയാണ് കൃഷിയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്. മകന്റെ പരിചരണത്തിനായി സ്ഥാപനം അവസാനിപ്പിച്ചതോടെ ഒഴിവു സമയങ്ങളിൽ വീടിന് സമീപം ചെറിയ തോതിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. പിന്നീട് കാർഷിക വൃത്തി ഒരു ഹരമായി മാറിയ ഷീജ കൂടുതൽ സ്ഥലത്തേക്ക് തന്റെ കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ തന്റെ കർഷക ജീവിതം 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നതിൽ ഗുരുവായൂർ മേഖലയിലെ പ്രധാന കൃഷിക്കാരിയായി ഷീജ മാറി. ഷീജയുടെ കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവ പച്ചക്കറി സ്ഥിരമായി വാങ്ങുന്ന 100ഓളം പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് സജീവമാണ്. കൂടാതെ യൂട്യൂബ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും തന്റെ കൃഷിരീതികളെയും പരിപാലനത്തെയും കുറിച്ചുള്ള വീഡിയോകളും ഷീജ ഷെയർ ചെയ്യുന്നുണ്ട്. ഷീജയുടെ കൃഷിയിടത്തിൽ ഇന്ന് ഇല്ലാത്ത പച്ചക്കറികൾ വിരളമാണ്. വെള്ളരി, പയർ, വെണ്ട, വഴുതന, ചീര, പച്ചമുളക്, മത്തൻ, കുമ്പളം, കപ്പ, ചേമ്പ്, കയ്പ, കിരൺ, തണ്ണിമത്തൻ, ചുരയ്ക്ക, പടവലം, തക്കാളി, പെരുംജീരകം തുടങ്ങിയവയ്ക്കൊപ്പം മണിച്ചോളം, ബജ്ര തുടങ്ങിയ ധാന്യങ്ങളും ഇവിടെ വിളഞ്ഞു നിൽക്കുകയാണ്. വിഷുവിപണി ലക്ഷ്യം വെച്ച് കണ്ടാണിശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഷീജയുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ഒരുമനയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC രവീന്ദ്രൻ, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ KPA റഷീദ്, രഹിത പ്രസാദ്, ശോഭ ഹരിനാരായണൻ, തൈക്കാട് കൃഷി ഓഫീസർ VC രജിന, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK സതീശൻ, CK സദാനന്ദൻ തുടങ്ങിയവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളികളായി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന് പച്ചക്കറി കൂട് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. ചായ സൽക്കാരത്തോടെ വിളവെടുപ്പ് ചടങ്ങുകൾ സമാപിച്ചു. കണിയൊരുക്കാനുള്ള സ്വർണ്ണവർണ്ണമാർന്ന വെള്ളരിയും വിഷുസദ്യയൊരുക്കാനുള്ള ജൈവ പച്ചക്കറിയും വാങ്ങാൻ നിരവധി പേരാണ് ഷീജയുടെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരിയിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിഷു വിപണന മേള തുടങ്ങി. പാലക്കാട് ജില്ലാ കുടുംബശ്രീ മിഷനും ചാലിശ്ശേരി കുടുംബശ്രീ CDSും സംയുക്തമായി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് വിഷു വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിച്ച പച്ചക്കറികൾ, ചക്കവറവ്, നുറുക്ക് വിഭവങ്ങൾ, അച്ചാറുകൾ, സോപ്പ്, തുണിത്തരങ്ങൾ എന്നിവയാണ് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി വിൽപ്പന ചന്ത തുടരും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടന്ന പരിപാടികൾ പഞ്ചായത്ത് സെക്രട്ടറി, ജനപ്രതിനിധികൾ, CDS അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ സമാപന നാടകമായ അവാർഡ് കാണികളെ പിടിച്ചിരുത്തി. മുദ്രകളിലൂടെയും അമുദ്രയിലൂടെയും രാഷ്ട്രീയ കാഴ്ചകളും താളനാദ വിസ്മയവും തീർത്ത നാടകം നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഗ്രാമകം നാടകോത്സവത്തിലെ നാടകങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ നാടകമാണ് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിച്ച അവാർഡ്. മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധേയമായ നാടകരചനകൾ സമ്മാനിച്ച തുപ്പേട്ടന്റെ നാടകത്തിന്റെ ആനുകാലിക അവതരണമായിരുന്നു അവാർഡ്. ഗ്രാമകം നാടകോത്സവത്തിലെ സ്ഥിരം നാടകം അവതരിപ്പിക്കുന്ന സംഘം കൂടിയാണ് ലിറ്റിൽ എർത്ത് തിയേറ്റർ. അരുൺലാലാണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചലനങ്ങളെ പൂർണ്ണമായും കുറച്ചുകൊണ്ട് സംഭാഷണങ്ങളും അവയ്ക്ക് പുറമെ കൈമുദ്രകളും കൊണ്ടാണ് നാടകം കാണികളുമായി സംവദിക്കുന്നത്. തുപ്പേട്ടന്റെ നാടകം സംവിധായകൻ തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ തികച്ചും മനോഹരമായ ഒരു അനുഭവമാണ് പ്രേക്ഷകർക്കു നൽകിയത്. G പെരിഞ്ചല്ലൂർ, W പെരിഞ്ചല്ലൂർ എന്ന രണ്ടു മനുഷ്യർ, അവർക്കിടയിലേക്ക് കടന്നുവരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പെരിഞ്ചല്ലൂരിനെ അവാർഡുണ്ട് എന്നൊരു വാർത്തയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായ നിമിഷങ്ങളുമാണ് തുപ്പേട്ടന്റെ രചന. എനിക്ക് ഉറപ്പായിരുന്നു സത്യത്തിലെ ഒരു 2-3 കൊല്ലം മുമ്പ് അവർ ഈ അവാർഡ് എനിക്ക് തരുന്നതായിരുന്നു. സാരില്ല, ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ, സന്തോഷായി. അതെ, കേട്ടോ എന്റെയും ലക്ഷ്യം. എന്നതാവോ? തന്നോടല്ല, എന്നോട്. താമസോളൂ. ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു ആൽമരച്ചുവട്ടിലാണ് ഈ സംഭവങ്ങൾ ഒക്കെ അരങ്ങേറുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത.
അവാർഡ് നിർണയം അറിയിക്കാനായി മാധ്യമപ്രവർത്തകൻ കൂടി എത്തുമ്പോൾ നാടകം മനോഹാരിതയുടെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീടുള്ള സംഭാഷണങ്ങളിൽ നർമ്മത്തിലൂടെ പറയുന്ന രാഷ്ട്രീയം വളരെ നിസ്സാരമായി ആളുകൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. വാർത്തകളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ മുഖം ഈ നാടകത്തിൽ വരച്ചിടുന്നു. മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കച്ചവടമാകുമ്പോൾ അതിൻ്റെ തിരിച്ചറിവുകൾ ഏത് തരത്തിലാണ് സാധ്യമാകുന്നതെന്ന് അവാർഡ് എന്ന നാടകം പറഞ്ഞു വയ്ക്കുന്നു. നാടകത്തിലുടനീളം ചലനങ്ങളുള്ളത് കടന്നുവരുന്ന മാധ്യമപ്രവർത്തകന് മാത്രമാണ്. ഒരു കഥാപാത്രം തൻ്റെ മിഴാവിലൂടെ കാണികളുമായി സംവദിക്കുമ്പോൾ മറ്റു രണ്ടുപേർ അത് കഥകളി സമാനമായ മുദ്രകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സാധ്യമാക്കുന്നു. തത്സമയ സംഗീതവും കൃത്യമായ രാഷ്ട്രീയ സംഭാഷണങ്ങളും ലഘുവായ ചലനങ്ങളും രംഗപടവും തുടങ്ങി നാടകത്തിൻ്റെ എല്ലാ ഘടകങ്ങളും മനോഹരമാക്കി അവാർഡ് അരങ്ങിൽ നിന്ന് മാഞ്ഞപ്പോൾ പൂർണ്ണ തൃപ്തിയോടെയാണ് കാണികൾ വേദിവിട്ടത്. അമ്മേ, ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിരുന്ന ആ അമ്മയുടെ മകനാണ് ഈ ഞാൻ. എനിക്കമ്മ 5 അതോ 6 കൃത്യം 6 വയസ്സ് എഴുതിക്കോളൂ, ഒട്ടും കൂട്ടണ്ട. ഞാൻ എന്റെ അമ്മ എന്റെ ഒപ്പള് CCTV ന്യൂസ്, വേലൂർ. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ശനിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടക്കുന്ന വിശേഷ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ക്ഷേത്രം ഊട്ടുപുരയിൽ നടക്കുന്ന ചടങ്ങിൽ ദീർഘകാലം ക്ഷേത്രം കോമരമായി സേവനമനുഷ്ഠിച്ചു വരുന്ന കാഞ്ചിയത്ത് ലക്ഷ്മണൻ നായരെ ആദരിക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. പുന്നിയൂർ അകലാട് ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തെരുവിൽ ഉറങ്ങുന്നവർക്ക് പൊതുച്ചോറ് നൽകി. പെരുന്നാൾ ദിനത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ സ്വീകരിച്ച പൊതുച്ചോറുകളാണ് തെരുവിൽ കഴിയുന്നവർക്ക് എത്തിച്ചു നൽകിയത്. ഹുസൈൻ അകലാടിന്റെ നേതൃത്വത്തിൽ ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകർ നേതൃത്വം നൽകി. മധ്യ കേരളത്തിലെ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ആഫ്രിക്കൻ കരുത്തിന്റെ പിൻബലത്തോടെ ചാമ്പ്യന്മാരാകുന്ന ടെൽകോൺ ആൻഡ് താജ് ഗ്രൂപ്പും പ്രകൃതി സംരക്ഷണ സംഘവും സംയുക്തമായി ഗ്രീൻഫുൾ ഡേ ആചരിച്ചു. പന്തളം താജ് ക്യാമ്പസിൽ നടന്ന ഗ്രീൻഫുൾ ഡേ മാസാചരണത്തിന്റെ ഉദ്ഘാടനം പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ നിർവഹിച്ചു. സംഘം ജില്ലാ കമ്മിറ്റി അംഗം തോംസൺ PC അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് പദ്ധതി വിശദീകരണവും വൃക്ഷത്തൈ കൈമാറ്റവും നിർവഹിച്ചു. താജ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സജീർ സംസാരിച്ചു. ആഫ്രിക്കൻ ഫുട്ബോൾ താരങ്ങൾ കായിക അനുഭവങ്ങൾ പങ്കുവച്ചു. മലയാളി മംഗ ലിറ്റിൽ വിജയ്, ഹന്ന മേരി ഷിജിൻ ഗ്രീൻഫുൾ ഡേ ബ്രോഷർ കൈമാറി. ജാവേദ് നജമുദ്ദീൻ, ഫിർദോസ് നസീർ, മുഹമ്മദ് ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം വാകചാർത്ത്, ഗണപതി ഹോമം, മലർ നിവേദ്യം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പുഷ്പാഞ്ജലികൾ, ശീവേലി, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 5:40 മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് വൈകിട്ട് 7 മണിയോടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേളപ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8 മണി മുതൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തമ്പോലം, ശിങ്കാരിമേളം, കാവടി, നാദസ്വരം എന്നീ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ VR ബാലകൃഷ്ണൻ, MV സഞ്ജീവ്, അജിത് കുമാർ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. IPC കുന്നോകുളം സെന്റർ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പോർക്കുളം റഹാബോത്ത് ഹാളിൽ നടന്നുവരുന്ന VBS സമാപിച്ചു. ഏപ്രിൽ 8 മുതൽ 11 വരെയായിരുന്നു ചിൽഡ്രൻസ് ടെസ്റ്റ്. വിവിധ ദിവസങ്ങളിലായി ബൈബിൾ ക്ലാസുകൾ, സംഗീതം, ഗെയിംസ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നീ സെക്ഷനുകളിലായി ക്ലാസുകളുണ്ടായി. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ. സമാപന സമ്മേളനത്തിൽ CI കൊച്ചുണ്ണി അധ്യക്ഷത വഹിച്ചു. IPC കുന്നോകുളം സെന്റർ പാസ്റ്റർ സാം വർഗീസ് മുഖ്യ സന്ദേശം നൽകി. ബ്രദർ ജോജു ജോസഫ്, പാസ്റ്റർ MR ബാബു, ബ്രദർ ഷിബു PU, ബ്രദർ KC ബാബു എന്നിവർ VBSന് നേതൃത്വം നൽകി.
ചങ്ങരംകുളം കാളാച്ചാറിൽ പെരുന്നാൾ ദിനത്തിലുണ്ടായ വാഹനാപകടത്തിൽ കാറിനകത്ത് കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ പൊന്നാനി ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയത് 2 മണിക്കൂർ നീണ്ട അതിസാഹസികമായ രക്ഷാപ്രവർത്തനം. ഗുരുതരമായ പരിക്കുകളോടെയാണെങ്കിലും ഇബ്രാഹിമിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർ. തിരൂർ സ്വദേശിയായ ഇബ്രാഹിം സഞ്ചരിച്ച ഓൾട്ടോ കാറും ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ഇബ്രാഹിമിനെയാണ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയത്. ബലമായി ഇബ്രാഹിമിനെ പുറത്തെത്തിക്കുന്നത് കൂടുതൽ അപകടം വരുത്തിവെക്കുമെന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് തകർന്ന വാഹനത്തിൽ നിന്ന് ഇബ്രാഹിമിനെ പുറത്തുകൊണ്ടുവന്നത്. രക്ഷാപ്രവർത്തനം നീളുമെന്ന് തോന്നിയതോടെ പോലീസ് ഇടപെട്ട് ഡോക്ടറെ കൊണ്ടുവന്ന വാഹനത്തിൽ കുടുങ്ങിയ ഇബ്രാഹിമിനെ പരിശോധിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. പിന്നീട് വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ സൂക്ഷ്മതയോടെ മുറിച്ചു മാറ്റിയതിനു ശേഷം കുറ്റിപ്പുറത്ത് നിന്ന് എത്തിച്ച ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ പുറകോട്ട് വലിച്ചെടുത്തത്. ഇബ്രാഹിമിനെ പിന്നീട് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിനിടെ കുറ്റിപ്പുറം തൃശൂർ പാതയിൽ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ അയൂബ് ഖാൻ, ഉണ്ണികൃഷ്ണൻ, സുധീർ, PS സന്തോഷ് കുമാർ, ജിജു ജെ രതീഷ്, R രഞ്ജിത്ത്, M സുരേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. തായമ്പകയിൽ നാദവിസ്മയത്തിന് സാക്ഷിയായ ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രം. പ്രമുഖ വാദ്യകലാകാരൻ ഗുരുവായൂർ തെച്ചിയിൽ ഷൺമുഖന്റെ ശിക്ഷണത്തിൽ VK അദ്വൈത്, അഭിനവ് കൃഷ്ണ എന്നിവരുടെ അരങ്ങേറ്റമാണ് കാണികൾക്ക് വിരുന്നായത്. തായമ്പകയിലെ അരങ്ങേറ്റം കാണുവാൻ നിരവധി പേർ എത്തിയിരുന്നു. പുന്നൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ പൂജകളും മറ്റു വഴിപാടുകളും നടന്നു. തുടർന്ന് 9 മണി മുതൽ 1 മണി വരെ പട്ടെടുത്തുവയ്ക്കൽ, വടക്കുഭാഗത്ത് ദണ്ഡൻ സ്വാമിക്ക് ഗുരുതി സമർപ്പണം. വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉത്സവാഘോഷങ്ങളുടെ വരവും ഉണ്ടായിരുന്നു. പൂജകൾക്ക് മേൽശാന്തി ശരത് നേതൃത്വം നൽകി. വൈകിട്ട് 7 മണിക്ക് പുന്നയൂർ ചിലമ്പ് കലാവേദിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരായ ഗ്രേഷ്യ അരുൺ, സുനിൽ സിത്താര തുടങ്ങിയവരും സതീഷ് കൊച്ചിൻ, സനോജ്, അഖിന, സന്തോഷ് എന്നിവർ പങ്കെടുത്ത കൊച്ചിൻ കലാഭാരതി അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പള്ളി, മറ്റു ഭാരവാഹികളായ മോഹനൻ ഈച്ചിത്തറ, ബാബു, രമേശൻ ചന്ദിരത്തിൽ, മുകുന്ദൻ ഇളയച്ചാട്ടിൽ, മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹൻ, അപ്പു പെരുവഴിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. ചാലിശ്ശേരിയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുന്ന മൈതാനത്തെ കൊടിക്കാലുകൾക്കിടയിലേക്ക് കാറിടിച്ച് കയറിയ അപകടം. വ്യാഴാഴ്ച വൈകിട്ട് 4:30 അപകടം. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്ത് ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്ന കുന്നംകുളം ആനായ്ക്കൽ സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഇതിയുടെ ആഘാതത്തിൽ 3 കൊടിക്കാലുകൾ തകർന്നു. കാറിന്റെ മുൻവശത്തും തകർച്ച സംഭവിച്ചു. പഴഞ്ഞി അരുവായ ശ്രീ ചിറവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 നട തുറക്കൽ, മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ദേവിക്ക് കളവമാടൽ, ഉച്ചപൂജ, പ്രസാദൂട്ട് എന്നിവ ഉണ്ടാകും. 2:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്തേറി പുറത്തേക്ക് എഴുന്നള്ളിപ്പും വെള്ളിത്തിരുത്തി ഉണ്ണിനാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയോടെ പ്രതിഷ്ഠാദിനാഘോഷങ്ങൾക്ക് സമാപനമാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 6610 രൂപ, സ്വർണം പവന് 52,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചർമ്മം മുണ്ടത്തിക്കൂട് അയ്യപ്പത്തുപടി അമ്മണി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. പരേതനായ വേലായുധൻ ഭർത്താവാണ്. ശാന്ത, ഗീത, ലത, സുബ്രഹ്മണ്യൻ, ബിജു എന്നിവർ മക്കളാണ്. പാർണൂർ ചെറുവത്തൂർ കാക്കപ്പൻ മകൾ സിസിലി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ നിര്യാതയായി. 71 വയസ്സായിരുന്നു. പഴമ്പാലക്കോട് SMM HSSലെ റിട്ടയർഡ് ഡെപ്യൂട്ടി പ്രധാന അധ്യാപികയാണ് പരേത. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചിറ്റഞ്ഞൂരിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു കുഴിമിന്നിയോട് സാദൃശ്യമുള്ള വെടിക്കെട്ട് ഇനമെന്ന് തെളിഞ്ഞു. ബോംബ് ഡോഗ് സ്ക്വാഡ് എത്തി സ്ഥലത്തെ പരിശോധന നടത്തി. സംഭവത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ 2 മക്കളെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാത്തിമ മാത ദേവാലയത്തിന് സമീപം താമസിക്കുന്ന പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ 28 വയസ്സുള്ള സൈനയെയാണ് ഇരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രസ്ഥനായി എത്തിയ വീട്ടമ്മയുടെ മാല കവർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് വടക്കാഞ്ചേരി സ്വദേശി വടക്കേക്കര വീട്ടിൽ 42 വയസ്സുള്ള ബിജു. പുത്തമ്പള്ളി വാരിയത്ത് മനോഹരന്റെ ഭാര്യ 71 വയസ്സുള്ള നിർമ്മല മേനോന്റെ 2.5 പവന്റെ താലിമാലയാണ് കവർന്നത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി റോഡിന് തകർച്ച സംഭവിച്ചിട്ട് 2 ആഴ്ചയാകുന്നു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. മേഖലയിലൂടെയുള്ള ഗതാഗതവും ദുഷ്കരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in.